ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ. അതുപോലെ അത്യാവശ്യ സാധനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് GCC കടന്നു വരികയാണ്. അതാണ് യുദ്ധം അവർക്കുണ്ടാക്കിയിരിക്കുന്ന ആശയം. ഇത് ഒരുമിച്ചിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല. പക്ഷെ ഒരുമിച്ചിരിക്കാൻ കഴിയില്ല. അവർക്കിടയിൽ അത്രമാത്രം അനൈക്യമുണ്ട്, അല്ലെങ്കിൽ ഐക്യമില്ല എന്നതാണ്. യുദ്ധം തുടർന്നാൽ അമേരിക്കയെ പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥയിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തുമോ? ഒരിക്കലും എത്തൂല. കാരണം അവർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു നേതാവില്ല. ഇപ്പോഴത്തെ അമേരിക്കയുടെ നീക്കം അതൊരു ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി അവരുടെ രീതി, അവരുടെ പതിവ് അവർ തെറ്റിക്കുന്നില്ല എന്നാണ് നാം അനുമാനിക്കുന്നത്. അവർക്കിപ്പോൾ ഊർജം പകർന്നുകൊണ്ട് നെതന്യാഹു ഇസ്രായേൽ കൂടെയുണ്ട് എന്ന് മാത്രമല്ല, ആ ഒരു വിഭാഗം നമുക്കറിയാം. ഇന്ത്യയിൽ മോദി, നെതന്യാഹു, ട്രംപ് ഉൾപ്പെട്ട ഒരു ടീം. ഇത് യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും പ്രബലമായ ഫാസിസ്റ്റ് വിഭാഗം നേതാക്കൾ. അവർ മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഇതിന് യഥാർത്ഥത്തിൽ പ്രേരണ നൽകുന്നത്. ഇറാൻ ജനത എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു വിഭാഗമാണ്. ഒന്നിനെയും ഭയം ഇല്ലാത്തൊരു വിഭാഗം, എല്ലാ ഏറ്റുമുട്ടലുകളും കണ്ടു മടുത്തൊരു വിഭാഗം, ചോര കണ്ട് പേടിക്കാത്ത ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ. അവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. അവർ ഏതറ്റം വരെയും പോകും. അതാണ് ഇറാൻ്റെ ചരിത്രം. ഇറാന് പണ്ട് നമ്മൾ സദ്ദാം ഹുസൈനെ പേടിപ്പിച്ച പോലെ ഇറാനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാമെന്നൊന്നും അമേരിക്ക കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ ഇറാൻ തയ്യാറാണ്. ഇന്നിപ്പോൾ ലോകം അനുഭവിക്കുകയാണ്. നമ്മളുൾപ്പെടെ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ഇന്നതിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. നമുക്കൊന്നും വരാനില്ല എന്ന് മോദി വീമ്പിളക്കിയതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്ന് അടുക്കളയിൽ അതിൻ്റെ അലയൊലികൾ നാം കണ്ടു തുടങ്ങി. മിക്കവാറും വീടുകളിൽ ഇന്ന് പ്രയാസം അനുഭവിക്കുക. ഒരു പരിധി വരെ നമുക്കറിയാം പാചകം, ഹോട്ടലുകളൊക്കെ ഏതാണ്ട് നമ്മുടെ മലബാറിലടക്കം ഏതാണ്ടും ഹോട്ടലുകൾ അടച്ചുപൂട്ടപ്പെട്ടത് ഗ്യാസിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണ്. അങ്ങനെ ഓരോ മേഖലയെയും കീഴടക്കിക്കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ യുദ്ധം നമ്മെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്നത് നമുക്കൊന്നും വരാനില്ല, നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. യഥാർത്ഥത്തിൽ നിർഭാഗ്യവശാൽ GCC കൺട്രീസ് ഒരുമിച്ചിരുന്നുവെങ്കിൽ അമേരിക്ക ഇതിനകം പിന്തിരിഞ്ഞോടുമായിരുന്നു. പക്ഷേ GCC രാജ്യങ്ങൾക്കിടയിൽ ഐക്യമില്ല, അല്ലെങ്കിൽ അവർക്കിടയിൽ യാതൊരു തര അനൈക്യത്തിൻ്റെ സൂചന മാത്രമേ ഉള്ളൂ. ഐക്യത്തിൻ്റെ ലാഞ്ചന പോലും അവർക്കിടയിൽ ഇല്ല എന്നതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ നെതന്യാഹുവിന് ഇതിനൊക്കെ നേതൃത്വം എന്ന് പറയുമ്പോൾ GCC രാജ്യങ്ങളൊക്കെ ഒരു രാജാവിൻ്റെ കീഴിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് അവരെ അടിച്ച് പിരിഞ്ഞ് പിന്നെ ഇപ്പോൾ വേറെ ആയതാണ്. ഈ ഐക്യം വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നിക്കുമോ? അവരെ ഒന്നിപ്പിക്കാതിരിക്കാനുള്ള ഗൂഢതന്ത്രങ്ങളാണ് ട്രംപ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പഴയ ഗൾഫ് വാർ, ആ ഗൾഫ് വാർ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് താവളമൊരുക്കിക്കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ആ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയിരുത്തിയത്, സ്വീകരിച്ച് ഇരുത്തിയത്. ഇന്ന് താവളം കൊടുത്ത അതിൻ്റെ തിക്തഫലം ആ രാജ്യങ്ങൾ അനുഭവിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനതയ്ക്ക് താവളം കൊടുത്തവരാണ് ഫലസ്തീൻ ജനത. ഇന്ന് അതിൻ്റെ കെടുതികൾ ആ ഫലസ്തീൻ ജനത അനുഭവിക്കുകയാണ്. അതിഥികളായി വന്നവർ ഇന്ന് ആതിഥേയരായി മാറിക്കൊണ്ട് ഫലസ്തീൻ ജനതയെ അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ അമേരിക്കയ്ക്ക് താവളം കിട്ടിയത് ആ കാലഘട്ടത്തിലാണ്, യുദ്ധകാലഘട്ടത്തിലാണ്. ഇന്ന് ആ താവളം ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളെ ശിഥിലമാക്കുക എന്ന് മാത്രമല്ല, അവർക്കിടയിൽ ഒരു നിലക്കും ഒരു കാലഘട്ടത്തിലും ഐക്യം ഉണ്ടാവാൻ അനുവദിക്കില്ല ട്രംപ് ഉൾപ്പെടുന്ന വിഭാഗം. ഞാനിതിൽ കാണുന്നൊരു പ്രയാസം, നമുക്ക് 1945 അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധം, ആ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ, ലോക നേതാക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ഇനി ഒരു യുദ്ധം ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UNO സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ ആ UNO, ഐക്യരാഷ്ട്ര സംഘടന, കേവലം ഒരു നോക്കുകുത്തിയായി മാറി. ഒരു ചലനമില്ല, ഒരു അനക്കമില്ല. UNOയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുകളില്ല. ഇത്തരം ഒരു കെടുതി മാത്രം ഒന്നുമില്ല. അതൊരു അമേരിക്കയുടെ ഒരു പോഷക സംഘടനയായി UNO മാറി. US-ൻ്റെ പോഷക സംഘടനയാണോ UNO എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു. UNOയുടെയൊക്കെ ഇടപെടലുകൾ പണ്ട് നമുക്ക് നമ്മൾ കണ്ടതാണ്. ലോകത്ത് യുദ്ധം ഉണ്ടാവേണ്ടിയിരുന്ന പല ഘട്ടങ്ങളും യുദ്ധമില്ലാതെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്നതിൽ UNO വഹിച്ച പങ്ക് ചെറുതല്ല. പക്ഷേ ഇന്ന് ആ UNO ഒരു നോക്കുകുത്തിയാണ്. വല്ലാത്തൊരു വിഷമം തോന്നും നമുക്ക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 48-ലാണെങ്കിലും 65-ലാണെങ്കിലും 71-ലാണെങ്കിലും അപ്പോഴൊക്കെ
ഇടപെടാൻ യുഎൻഒ ഉണ്ടായിരുന്നു. ഇന്ന് ആ യുഎൻഒ കേവലം ഒരു കടലാസ് സംഘടനയായി മാറി എന്ന വേദനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലോകം അനുഭവിക്കുകയാണ്. യുഎൻഒ ഇല്ല ഇന്ന്. അതൊരു കേവലം ഒരു കടലാസ് സംഘടന മാത്രമായി അധപ്പതിച്ചു പോയി. അതാണ് ട്രംപിനെ പോലുള്ളവർക്ക് ഊർജം പകരുന്നത് എന്നത് ആണ് നാം മനസ്സിലാക്കേണ്ടത്. ലോകരാജ്യങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടമാണിത്. യുദ്ധം ഒരിക്കലും നല്ലതിനല്ലല്ലോ. യുദ്ധം ഒരിക്കലും ഒരു ലോകത്ത് ഒരിടത്തും ആരും ജയിക്കുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾ കുറെ കെടുതികൾ അനുഭവിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഈ റംസാൻ കാലഘട്ടത്തിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരിച്ചു വീഴുമ്പോൾ ആനന്ദ നൃത്തം ചവിട്ടാനേ ട്രംപിന് സാധിക്കുന്നുള്ളൂ. മനസ്സാക്ഷി മരവിച്ചു പോയ ഒരു വിഭാഗമായി ട്രംപിന്റെ അനുയായികളും മാറി എന്നതല്ലേ സത്യം. അമേരിക്കയിലൊക്കെ വൻ പ്രതിഷേധങ്ങളുണ്ട് ട്രംപിനെതിരെ പ്രതിഷേധമുണ്ട്. ഇന്ത്യയിൽ മോഡിക്കെതിരെ പ്രതിഷേധമില്ലേ? പ്രതിഷേധം ഉണ്ടായിട്ട് കാര്യമില്ല. ആ പ്രതിഷേധമൊന്നും എവിടെയും എത്തുന്നില്ല. കേവലം അതൊക്കെ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ തളർത്താനും തകർക്കാനും സാധിക്കുന്നില്ല. ഈ 3 വിഭാഗം ജനത അല്ലെങ്കിൽ നേതാക്കൾ തകരുകയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യം. ലോക സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കാത്ത ഒരു രാജ്യമില്ല, ഒരു ജനവിഭാഗമില്ല, ഒരു ജനതയില്ല. പക്ഷേ ആ ജനങ്ങൾക്ക് വെല്ലുവിളിയായി ഈ വിഭാഗം നേതാക്കൾ മാറുന്നു എന്നതാണ് വേദനാജനകം. ലോകത്തൊക്കെ എത്ര നല്ലതാണ് നമുക്കറിയാം. മദർ തെരേസയെ പോലെ, ഗാന്ധിയെ പോലെ, യാസർ അറഫാത്തിനെ പോലെ ലോകം അംഗീകരിച്ചിരുന്ന ആരാധിച്ചിരുന്ന നേതാക്കളുടെ ഒരു കാലഘട്ടം. മദർ തെരേസയുടെയൊക്കെ പേര് പറയാൻ പോലും അർഹതയില്ലാത്ത ഒരു വിഭാഗമായി ഇത്തരം ആളുകൾ മാറുകയാണ്. സമാധാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇത്തരം നേതാക്കളൊക്കെ ജീവിച്ച് മരിച്ചുപോയ ഒരു ലോകമാണിത്. ആ ലോകക്രമമാണ് ആകെ താളം തെറ്റിയിരിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? കേവലം മതം അല്ലെങ്കിൽ ഇടുങ്ങിയ താല്പര്യം, സാമ്പത്തിക താല്പര്യം, അതിനപ്പുറം മറ്റൊന്നുമില്ല ഈ കൂട്ടർക്കൊക്കെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രയാസം. GCC രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ഇറാനോട് കൂട്ടുപിടിക്കുമോ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല, യുദ്ധം തുടർന്ന് പോയാലുള്ള അവസ്ഥ സാധാരണ ജനങ്ങളെ ലോകം മുഴുവനും ഇത് എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഇന്ത്യക്ക് 2 കപ്പൽ ഗ്യാസ് കൊണ്ടുവരാനുള്ള അനുമതി കിട്ടി. അപ്പോൾ ആ ഗ്യാസ് ഇന്ത്യൻ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കപ്പലുകൾ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ കാണുന്നുണ്ടോ? അതായത് ഞങ്ങൾക്ക് ഒരു ചർച്ചയും ഇനി ആവശ്യമില്ല, ചർച്ചയുടെ ടേബിളിലേക്കാണ് നിങ്ങൾ പോകുമ്പോട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇറാൻ്റെ അവകാശവാദങ്ങൾ. പിന്നെ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് കയറി ഞങ്ങളുടെ അവകാശങ്ങളൊക്കെ തട്ടിമറിക്കുന്നു, അതേപോലെ ഞങ്ങളെ പരമോന്നത നേതാവിനെ കൊല്ലുന്നു, പുതിയൊരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ തല എടുക്കാൻ വേണ്ടിയിട്ട് 92 കോടി ഇനാം പ്രഖ്യാപിക്കുന്നു. ആ ഇനാം പ്രഖ്യാപിച്ച് 5 മിനിറ്റിന് ശേഷം അയാൾ ഇറാനിലെ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നു. ഇത് മീഡിയയിലൂടെ കാണുന്നു. ഇത് ശരിക്കും ഒരു പരിഹാസ്യ കഥാപാത്രമായ ട്രംപ് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക, പൂർണ്ണമായും പരിഹാസ്യ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. യാതൊരു സംശയമില്ല. ഇറാൻ എന്ന ഒരു കൊച്ചു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ, തകർക്കാനാണ് വലിയ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് വന്നത്. കൂടെ നെതന്യാഹു ഉണ്ട്. ഞാനിപ്പോൾ സംശയിക്കുന്നത് സത്യത്തിൽ ഇത് പുറം ലോകത്ത് അറിയപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ പുറം ലോകം മൂടിവെക്കപ്പെട്ട ഒരു കാര്യമാണോ എന്ന് ഞാൻ സംശയിക്കുന്നത്. നെതന്യാഹു ജീവിച്ചിരിക്കുന്നില്ല എന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇറാൻ അത്ര മോശമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ച പോലെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ, GCC കൺട്രീസിനിടയിൽ ഐക്യം അതൊരു മരീചിക മാത്രമാണ്, അതൊരു ദിവാസ്വപ്നം മാത്രമാണ്. മുസ്ലിം രാജ്യങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല. കാരണം എല്ലാ മുസ്ലിം രാജ്യങ്ങളും, മുസ്ലിം രാജാക്കന്മാർ, ഭരണാധികാരികൾ ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് സുഖലോലുപതയിൽ ആറാടിക്കൊണ്ട് മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവര് ആഡംബര ജീവിതം നയിക്കുന്നു. അത്ര ആഡംബര ജീവിതം അല്ല, അതിനപ്പുറം പേര് മാത്രം ഒന്നുമില്ല. മദ്യവും മദിരാച്ചിയുമല്ലാതെ മറ്റൊന്നിൻ്റെ പിന്നിലും മറ്റൊരു താല്പര്യവും ഈ മുസ്ലിം രാജ്യങ്ങൾക്കൊന്നുമില്ല. ആഡംബരത്തോടു കൂടി അവർക്ക് എണ്ണയുണ്ട്, അവർക്ക് സ്വർണ്ണമുണ്ട്, അവർക്ക് സാമ്പത്തിക സൗകര്യങ്ങളുണ്ട്. അതുപയോഗിച്ച് എത്രമാത്രം ആർമതിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആഡംബരമായി എത്രമാത്രം മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമോ അതിൽ മാത്രം താല്പര്യപ്പെട്ടു. ഇസ്ലാമിക താല്പര്യം പോലും അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാനൊക്കെ 1.5 പതിറ്റാണ്ടിലേറെ വിദേശ രാജ്യത്ത് കഴിഞ്ഞ ഒരാളാണ്. എനിക്കറിയാം അവിടുത്തെയൊക്കെ ഇസ്ലാമിക താല്പര്യങ്ങൾ. അവർക്കൊന്നും അത്തരത്തിൽ യാതൊരു ചിന്തയുമില്ല. യഥാർത്ഥ പ്രവാചകൻ ജനിച്ചു വീണ മണ്ണ്, മരിച്ചു വീണ മണ്ണ്, ഇസ്ലാം ആവിർഭവിച്ച രാജ്യം എന്നൊക്കെ നമുക്ക് സൗദി അറേബ്യയെ പറ്റിയൊക്കെ പറയാറുണ്ട്.
പക്ഷേ അത്തരത്തിലുള്ള യാതൊന്നും നമുക്കവിടെ കാണാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർത്തും ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് സുഖലോലുപതയിൽ ആറാടി കഴിയുന്ന ഒരു വിഭാഗം. അവർക്കിടയിൽ ഐക്യം ഉണ്ടാവില്ല, ഐക്യം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മേശക്കിരുന്ന് ഒന്നിച്ചൊരു ചർച്ചയ്ക്ക് തയ്യാറായാൽ ഇതൊരു അനിവാര്യമാണ്, നമുക്ക് നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്നൊരു തോന്നൽ ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അമേരിക്ക ഒരു ഭീഷണിയായിട്ട് GCC രാജ്യങ്ങൾക്ക് വരുമായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്കറിയാം GCC രാജ്യങ്ങളിൽ വലിയ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദുബൈയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദുബൈയിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ 10 കിലോ പഞ്ചസാരക്ക് എന്നാൽ നിങ്ങൾ 5 കിലോ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം സാധനമില്ല. കാരണം ഷിപ്പ് നിന്നാൽ, കപ്പൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കാനുള്ളത് വിമാനമാണ്. വിമാനത്തിൽ ചാർട്ടേഡ് വിമാനം ഉപയോഗിച്ച് ഒരു പക്ഷേ യൂസുഫലിക്ക് സാധനം എത്തിക്കാൻ സാധിച്ചേക്കാം. ഷിപ്പിലെത്തുന്ന സാധനം വിമാനത്തിൽ ഒരു കടയിലേക്ക് എത്തിച്ച് വിൽക്കാൻ എത്ര വലിയ ഒരു ഒരു സാമ്പത്തിക ബാധ്യതയായിട്ട് അത് കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് മാറും. അതുകൊണ്ട് സാധനം കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. കാരണം ഷിപ്പ് നിന്നുപോയി. കപ്പലില്ലെങ്കിൽ, കപ്പൽ വരാൻ സൗകര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ GCCയിൽ ഉണ്ടായാൽ യാതൊരു സംശയമില്ല ആ ജനത പ്രയാസപ്പെടും. തൽക്കാലം ഒരുപക്ഷെ 1-2 മാസങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ഒരുപക്ഷെ അവർക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കാം, അവരുടെ സ്റ്റോർ റൂമിൽ സ്റ്റോക്ക് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ലുലു പോലുള്ള സ്ഥാപനങ്ങൾക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചേക്കാം. പക്ഷേ സാധാരണ കടകളിലേക്ക് സാധനം കിട്ടാതെ വരും. സാധാരണക്കാർ പ്രയാസം അനുഭവിക്കും. നമ്മളെ കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ ഗ്യാസ് കിട്ടാത്തതിൻ്റെ ഫലം. ഇപ്പോൾ സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാർ, അദ്ദേഹം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു സൃഷ്ടിയാണ്. അമേരിക്കയുടെ സൃഷ്ടിയാണ് അദ്ദേഹം. അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. ആധുനിക വിദ്യാഭ്യാസം നേടിക്കൊണ്ട് അത്യാധുനിക ജീവിതം നയിക്കുന്ന ഒരു ഭരണാധികാരിയുടെ പേരാണ് സൽമാൻ രാജകുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടായിരിക്കാം, കാഴ്ചപ്പാടുണ്ടായിരിക്കാം. ഒരു വിഷൻ 2030 എന്ന ഒരു പുതിയ പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. 2030 കൂടി സൗദി അറേബ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റും. ഇന്നത്തെ UAEക്ക് സമാനമായി, UAEക്ക് തുല്യമായി സൗദി അറേബ്യയെ മാറ്റുമെന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും അമേരിക്കയോട് ഏറ്റുമുട്ടാനോ അമേരിക്കയെ ചോദ്യം ചെയ്യാനോ ഒന്നും കഴിയില്ല. എല്ലാവരും അമേരിക്കയുടെ തടവറയില്ല. അവർക്കൊക്കെ അമേരിക്കയുടെ താവളം അവിടെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അമേരിക്കയുടെ താവളമില്ലാത്ത ഒരു ഗൾഫ് രാജ്യവുമില്ല. ആ താവളം ഉപയോഗിച്ച് അവർക്ക് അവരുടെ ബിസിനസ് താല്പര്യവും അവർക്ക് അവരുടെ സാമ്പത്തിക താല്പര്യം ഇത് മാത്രമാണ് ആഡംബര ജീവിതം. അതിനെ മറികടക്കാൻ, ചോദ്യം ചെയ്യാൻ ഒരു GCC രാജ്യത്തിനും കഴിയില്ല. അതാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ അതിൽ അമേരിക്കയുടെ ഒരു സാന്നിധ്യം ഉള്ള ഭാഗത്ത് മുഴുവനും ഇറാൻ ബോംബ് വർഷിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ GCC രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് പോകുന്നത്. അതിനോടുകൂടെ GCC രാജ്യങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അതുപോലുള്ള രാജ്യങ്ങളും വൻ തകർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം ആര് കൊടുക്കും? ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക തോറ്റ് മടങ്ങുകയാണോ, അതോ GCC രാജ്യങ്ങൾ ഇതിൽ ശക്തമായിട്ട് ഇടപെട്ട് ഒരു തീരുമാനത്തിലെത്തുമോ? എന്താണ്? GCC രാജ്യങ്ങൾക്ക് തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ പറ്റിയ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിൻ്റെ അഭാവം മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഇത് വളരെ പ്രകടമാണ്. ഒരാളെ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. പിന്നെ അവർ ഓരോരുത്തരും ഞാനാണ് ശക്തി ഉള്ളവൻ, അല്ലെങ്കിൽ ഞാനാണ് ലീഡർ എന്ന് അഹങ്കരിക്കുന്ന ഒരവസ്ഥ. ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യം, ഖത്തറുണ്ട്, കുവൈറ്റുണ്ട്, പിന്നെ അതുപോലെ സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. പരിശുദ്ധ റമദാൻ മാസം, ഈ മാസത്തിൽ നടക്കുന്ന യുദ്ധം അനിവാര്യമായിട്ടും അവസാനിപ്പിക്കണമെന്ന രീതിയിലേക്ക് ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ? ഹറമിലെ ഇമാമിന് സാധിച്ചോ? ഹറമിലെ ഇമാമാണല്ലോ ലോകത്തിലെ മുസ്ലിങ്ങൾ കാണുന്ന വലിയൊരു ലീഡറാണ്. സാധാരണ ഖലീഫയൊന്നും നമുക്കില്ലെങ്കിലും ഖിലാഫത്തൊന്നും നമുക്കില്ലെങ്കിലും ഹറമിലെ ഇമാം ഉൾപ്പെടെ നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചില്ല എന്ന വേദന നമുക്കുണ്ട്. അവരൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ ആ അറേബ്യയെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട്, സൽമാൻ രാജകുമാരനെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കാമായിരുന്നു. അപ്പോൾ UAE ആണോ, സൗദിയാണോ, ഖത്തറാണോ, ഒമാൻ, ആ ഒരു ചർച്ചയാണ്, ആ ഒരു ലീഡർഷിപ്പിന് വേണ്ടിയുള്ള ഒരു മത്സരം യഥാർത്ഥത്തിൽ അവിടെ നടക്കുകയാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾ. അവിടെ ലക്ഷ്യമിതാണ് ടൂറിസമാണ്.
ടൂറിസത്തിലൂടെ രാജ്യത്തെ വളർത്തിയെടുക്കുക. ഇപ്പോൾ UAE ഒക്കെ അത്യാവശ്യം മാറിക്കഴിഞ്ഞു, ബാറായി, തിയേറ്ററായി, എല്ലാമായി. സൗദി അറേബ്യയിലേക്കും ഏതാണ്ടും ആ കൾച്ചർ കടന്നു വരികയാണ്. എല്ലാം ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ടൂറിസം ലോക നേതാക്കളെ, ലോക ജനതയെ അങ്ങോട്ടേക്ക് ആകർഷിക്കുക, അതുവഴി സാമ്പത്തികമായി ഓരോ രാജ്യത്തെയും മെച്ചപ്പെടുത്തുക എന്നതിലപ്പുറം, ആ രാജ്യത്തിൻ്റെ താല്പര്യത്തിനപ്പുറം ഇസ്ലാമിക താല്പര്യമില്ല, GCCയുടെ താല്പര്യമില്ല, മറ്റൊന്നുമില്ല. ലോകരാജ്യങ്ങളെക്കുറിച്ച്, ലോക ജനതയെക്കുറിച്ച് ഒരിക്കലും അവർക്ക് ഉത്കണ്ഠയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ GCCയിൽ എന്ത് സംഭവിച്ചാലും അത് പ്രതികൂലമായി നമുക്ക് ബാധിക്കും, യാതൊരു സംശയമില്ല. ആ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ആ പച്ചപ്പാണ് യഥാർത്ഥത്തിൽ നമ്മയൊക്കെ നാമാക്കി മാറ്റിയത്, യാതൊരു സംശയവുമില്ല. കാരണം ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല, കേരളം ഭരിച്ച, ഇന്ത്യ ഭരിച്ച ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ പണം, വിദേശ പണം, ആ പണമാണ് ഈ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത് എന്ന് ഓരോരുത്തരും സമ്മതിക്കും, യാതൊരു സംശയമില്ല. മോദി അടക്കം അത് സമ്മതിക്കേണ്ടി വരും. കാരണം അതാണ് യഥാർത്ഥ ചിത്രം. ഈ യുദ്ധം തുടർന്നു കഴിഞ്ഞാല് അത് എവിടെ ചെന്ന് അവസാനിക്കും? എന്നതിനെ കുറിച്ച് സർവനാശത്തിൽ അവസാനിക്കുക. യാതൊരു സമയം ഇറാഖിൽ എന്തേ സംഭവിച്ചത്? ഒരു പെരുന്നാളിൻ്റെ ബലി പെരുന്നാളിൻ്റെ തലേ ദിവസം സുബഹി സമയത്തല്ലേ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത്? അദ്ദേഹം അതുവരെ വലിയ വീരവാദമൊക്കെ മുഴക്കിയിരുന്നു. അമേരിക്കയെ തകർക്കും, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ ആയുധ സന്നാഹങ്ങളുണ്ട് ഇറാഖിൻ്റെ കയ്യിൽ എന്നൊക്കെ വീരവാദം മുഴക്കിയിരുന്ന സദ്ദാം, അതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇറാൻ്റെ കയ്യിലും ഒന്നും ഉണ്ടാവില്ല. ഈ ഡ്രോൺ ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈന ഒരു ഘട്ടത്തിൽ, ചൈനയൊക്കെ ബിസിനസ് താല്പര്യത്തിനപ്പുറത്ത് ചൈനക്കൊന്നും ഉണ്ടാവില്ല, അത് റഷ്യക്ക് ഉണ്ടാവില്ല. അവരൊക്കെ അവസാനം പിൻവലിക്കും, യാതൊരു സംശയമില്ല. മുസ്ലിം രാജ്യങ്ങൾ ഒറ്റപ്പെടുമെന്ന് മാത്രമല്ല പൂർണ്ണമായും തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചൈനയ്ക്കൊക്കെ ആവശ്യം ബിസിനസ് മാത്രമാണ്. നമുക്കറിയാം ചൈനീസ് സിൽക്ക് റൂട്ട്, ചൈനയിൽ നിന്ന് സിൽക്ക് കൊണ്ടുപോവുകയും ചൈനയിലേക്ക് കൊക്കൈൻ, ഒപ്പിയം, ലഹരി കടത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരു പഴയ കാലഘട്ടം നമുക്കറിയാം. അത് ഇന്ത്യ ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്നും ചൈനയുടെ താല്പര്യം അവരുടെ സാധനങ്ങൾ ലോകത്തേക്കൊക്കെ എത്തിക്കുക. ഇന്ന് നമുക്കറിയാലോ, ജപ്പാന് കിടപിടിച്ചുകൊണ്ട് ചൈന കടന്നു വന്നത്. ആ ജപ്പാൻ്റെ സാധനങ്ങളൊക്കെ ലോക മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് മാത്രമല്ല, അവിടങ്ങളിലൊക്കെ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറിപ്പറ്റി. ചൈനക്ക് വ്യാവസായിക വളർച്ച, ഒപ്പം സാമ്പത്തിക താല്പര്യം, ഇതിനപ്പുറം ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന എന്ന്. ചൈന ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, അതൊരു ക്യാപിറ്റലിസ്റ്റിക് കമ്മ്യൂണിസമാണ്. മുതലാളിത്ത കമ്മ്യൂണിസം എന്നൊന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപഭോക്താവ്, അതിൻ്റെ ആശയ പ്രചരണം നടത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ചൈന സാമ്പത്തിക താല്പര്യത്തിനപ്പുറം ചൈനയ്ക്ക് കുറവില്ല. ഇപ്പോൾ താൽക്കാലികമായി ഒരു പക്ഷേ അവർ കൊടുക്കുന്ന പിന്തുണ കിട്ടിയേക്കാം. ആ പിന്തുണ കൊണ്ടൊന്നും അത് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ചൈന അവസാനം പിന്തിരിയുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കൊന്നും കഴിയില്ല, അവർക്കൊക്കെ മുട്ടുവിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ നോർത്ത് കൊറിയ പരോക്ഷമായ സപ്പോർട്ട് ചെയ്ത് ഇറാൻ, നോർത്ത് കൊറിയ സപ്പോർട്ട് ചെയ്യും. കാരണം ചൈനയുമായി ചെറിയ നമുക്കറിയാം ആ ബന്ധങ്ങളൊക്കെ, അതൊക്കെ താൽക്കാലികം, സ്ഥായിയായ ഒരു ഒന്നും ഉണ്ടാവില്ല, താൽക്കാലികം മാത്രം. അവസാനം ഇറാൻ ഒറ്റപ്പെടും, ഞാൻ സംശയമില്ല. ഇറാൻ ഒറ്റപ്പെടും. അവർക്ക് കരുത്തുണ്ട്, മനോധൈര്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആയുധങ്ങൾ വേണമല്ലോ പോരാടാൻ. ആയുധമില്ലാതെ എങ്ങനെ പോരാടും? ആയുധം എന്ന് പറയുന്നത് ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ. പക്ഷെ ഇറാഖിലേക്ക് കയറി ചെന്ന് അവിടെ ഒരു പാവ സർക്കാർ ഉണ്ടാക്കി, അതേപോലെ ഇറാനിലേക്ക് കയറി ചെന്നാൽ ഇവരറിയും. അതൊക്കെ ഓക്കെ, ശരിയാണ്. അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറാൻ സാധിക്കും. അവരുടെ മനോധൈര്യം വളരെ വലുതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആത്മധൈര്യമാണ്. ആയുധത്തെക്കാൾ ഉപരി അവരുടെ ബലം അവരുടെ ആത്മധൈര്യമാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ ഇഖ്ലാസാണ്. അത് ഉപയോഗിച്ച് നേരിടാൻ സാധിക്കുമെങ്കിൽ മാത്രം അതിനവരെ കവച്ചു വെക്കാൻ ഒരു GCCയിൽ ഒരു ലോകരാജ്യവും ഇല്ല, ഒരു ജനതയില്ല. അത്രമാത്രം അർപ്പണബോധത്തോടു കൂടി തൻ്റെ രാജ്യത്തിന് വേണ്ടി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ ഇദ്ദേഹത്തെ ഒറ്റുകൊടുത്തത് പട്ടാളത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽപ്പെട്ട ഒരാളിൻ്റെ ഒറ്റുകൊടുക്കലിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അദ്ദേഹം പിന്നീട് വെടിവെച്ച് മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റുകൊടുത്തയാൾ സ്വയം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് സ്വയം വെടിവെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതും അവിടെ നടക്കുന്നുണ്ട്. ഒറ്റുകൊടുത്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒളിത്താവളം കണ്ടെത്തി ഒറ്റുകൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. ഇതും അവിടെ ഇടയിലുണ്ട്. ഇഖ്ലാസുണ്ട് നമ്മൾ പറയുന്നതോടൊപ്പം ഇത്തരം വഞ്ചകന്മാരും അവിടെയുണ്ട്, ചതിയന്മാർ അവർക്കിടയിലുണ്ട്. സ്വാഭാവികമാണല്ലോ ഒരു ജനങ്ങൾ. ഈ ഇനാം പ്രഖ്യാപിച്ചല്ലോ 92 കോടിയുടെ. ഈ ഇനാം പ്രഖ്യാപിച്ച് ഇനാം വാങ്ങിക്കൊണ്ട് ആരെങ്കിലും ഒറ്റുകൊടുത്ത് മുജ്തബനെയും അദ്ദേഹത്തെ ഒറ്റുകൊടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ പട്ടാളത്തിൽപ്പെട്ട ഒരാളാണെന്നാണ്
നാം പിന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹം മരിച്ചു, പിന്നീട് അദ്ദേഹം തലക്ക് വെടിയേറ്റ് അദ്ദേഹം തന്നെ മരിച്ചു എന്ന് നമ്മൾ കണ്ടു. അതൊക്കെ നടക്കും. അതിന് എത്ര കോടി എത്രയും ഇനാം പ്രഖ്യാപിക്കും. കാരണം അദ്ദേഹം ഇറാന്റെ പരമോന്നത മതനേതാവ് എന്നാണല്ലോ പറയാ, അദ്ദേഹത്തെ വധിക്കുക, അത് അമേരിക്കൻ യുദ്ധത്തിന്റെ പേരിലല്ലെങ്കിലും അദ്ദേഹത്തെ വധിക്കുക എന്നത് അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന്റെ അനിവാര്യതയാണ്, നിലനിൽപ്പിന് ആവശ്യമാണ്. അത് അപ്പോഴേക്ക് അവിടെ കാണുന്നത് മതം മാത്രമാണ്. അവിടെ മതത്തിന്റെ നേതാവ് എന്ന അർത്ഥത്തിലാണ് ഈ പരമോന്നത നേതാവിനെ വധിക്കാനോ അല്ലെങ്കിൽ വകവരുത്താനോ അവർ തയ്യാറാവുന്നത്.